ആ മലയടിവാരത്തിലെ മരത്തിന്റെ മുകളിലെ തേൻകൂട് നോക്കി സിംഹം ഇങ്ങനെ പറഞ്ഞു. ഓ, എന്തു വലിയ തേൻകൂടാ! ഈ മരത്തിൽ ഞാൻ എങ്ങനെ കേറി എപ്പ തേനെടുക്കാനാ? സിംഹം തന്റെ സുഹൃത്ത് കരടിയെക്കുറിച്ച് ചിന്തിച്ചു. എന്റെ ചങ്ങാതി കരടിക്ക് തേൻ എത്തിച്ചു കൊടുത്തില്ലെങ്കിൽ അവൻ മരിച്ചുപോകും. സിംഹരാജാവിന് എളുപ്പത്തിൽ മരം കയറാൻ പറ്റില്ല. വിഷമിച്ചിരിക്കുമ്പോഴാണ് ആ വഴി ബല്ലുകുരങ്ങൻ എത്തിയത്. അല്ല, ഇതാര് രാജാവ്? ഞങ്ങളുടെ കൊരങ്ങന്മാരുടെ താവളത്തിൽ എന്താണ്? ഞാനേ നമ്മുടെ കരടിയച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ അവിടെ വന്നത്. നിനക്കെന്നെ സഹായിക്കാൻ പറ്റുമോ? അങ്ങക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. പറയൂ, അങ്ങ് കൽപ്പിച്ചാലും. കൊരങ്ങ, ആ തേനീച്ചക്കൂട് കണ്ടോ? ആ, നീ അവിടെ പോയേ എനിക്ക് കുറച്ച് തേൻ എടുത്തിട്ട് വരുമോ? പിന്നെന്താ രാജാവേ, ഇപ്പൊ കൊണ്ടുവരാം. ഒറ്റ ചാട്ടത്തിന് മരത്തിന്റെ മുകളിൽ കയറി തേൻകൂടിനടുത്തെത്തി ആ കുരങ്ങൻ. കൂട് തൊടാൻ നോക്കിയപ്പോഴേക്കും തേനീച്ചകളുടെ കുത്തൽ തുടങ്ങി. ബല്ലു, എന്തു പറ്റി? ഇല്ല, ഒന്നുമില്ല. തേനീച്ച കുത്തുകൾ സഹിച്ചും കുരങ്ങൻ തേൻകൂടുമായി താഴെയെത്തി. ഇതാ അങ്ങ് ആവശ്യപ്പെട്ടത്. നിന്റെ കൈക്ക് എന്തു പറ്റി? തേനീച്ചകൾ കുത്തിയതാണ് രാജാവേ. എന്നോട് ക്ഷമിക്കൂ ബല്ലു, എന്നെ കൊണ്ടല്ലേ നിനക്കിങ്ങനെ ആയത്. അതൊന്നും കുഴപ്പമില്ല രാജാവേ. എന്റെ ചെങ്ങായി കരടിച്ചന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് എനിക്ക് ഈ തേനിന്റെ ആവശ്യമുണ്ടായിരുന്നത്. നീ ഇത്രയും കഷ്ടപ്പെട്ട് ഇത് എടുത്തു തന്നില്ലേ, നിനക്കെന്റെ നന്ദി. നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നേരെ എൻ്റെ അടുത്ത് വന്നാൽ മതി. അങ്ങനെ സിംഹം തേൻകൂടുമായി കരടിച്ചന്റെ അടുത്തെത്തി. കരടിച്ച, നീ ആവശ്യപ്പെട്ടത് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. ആ മലയടിവാരത്തിലെ തേൻ ഞാൻ എടുത്തുകൊണ്ടുവന്നിരിക്കുന്നു. വേഗം കുടിക്കേ. നിങ്ങൾ തേൻ കൊണ്ടുവന്നതിന് നന്ദി, പക്ഷെ വൈകിപ്പോയി. ഞാൻ ജീവിക്കും തോന്നില്ല. അങ്ങനെയൊന്നും പറയല്ലേ, നീ കുറച്ച് തേൻ കുടിക്കടോ. സിംഹം പ്രയാസപ്പെട്ട് കൊണ്ടുവന്ന തേൻ കരടി കുടിച്ചെങ്കിലും കരടിയുടെ ജീവൻ പോയി. കണ്ണു തുറക്ക് കരടിച്ച, കണ്ണു തുറക്ക്. കണ്ണു തുറക്കു കരടിച്ച. എടാ, നീ എന്തെങ്കിലും ഒന്ന് പറ. കരടിച്ച, കണ്ണു തുറക്ക് കരടിച്ച. ഇത്രയേറെ സ്നേഹവിളികൾ ഉണ്ടായിട്ടും കരടിച്ചൻ എന്നേക്കുമായി കണ്ണടച്ചു കളഞ്ഞു. എന്നോട് ക്ഷമിക്കട, എനിക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റിയില്ല. കരടിയുടെ മരണം എല്ലാവരിലും ദുഃഖമുളവാക്കി. ദിവസങ്ങൾ കഴിഞ്ഞു. മൃഗങ്ങളൊക്കെ ഒരു ദിവസം ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയായിരുന്നു. രാജാവ് കരടിച്ചനെ രക്ഷിക്കാൻ കുറെ പരിശ്രമിച്ചു, പക്ഷെ എന്ത് ചെയ്യാനാ, രക്ഷിക്കാൻ പറ്റില്ല. അതെ, സിംഹം എത്ര നല്ല രാജാവാണ്. നമ്മളെയൊക്കെ പൊന്നു പോലെയല്ലേ അദ്ദേഹം കാത്തുരക്ഷിക്കുന്നത്. ശരിയാ, പകരമായി എന്തു ചെയ്യും നമ്മൾ? നമ്മുടെ രാജാവിന് നമ്മൾക്ക് എന്ത് തിരിച്ചു കൊടുക്കാൻ പറ്റും? രാജാവ് ഇപ്പോഴും അവിവാഹിതനാണ്. അദ്ദേഹത്തിന് നല്ലൊരു വധുവിനെ കണ്ടുപിടിച്ചാലോ? ഇതൊരു നല്ല ഐഡിയ ആണല്ലോ, പക്ഷേ സിംഹരാജാവ് കേൾക്കുവോ? ശരി, അങ്ങനെയാണെങ്കിൽ കാര്യം ചെയ്യ്, നമുക്കെല്ലാം രാജാവിനോട് പോയി സംസാരിക്കാം. വർഷങ്ങളായി സിംഹരാജാവ് തന്റെ ഗുഹയിൽ തനിച്ചാണ് താമസിക്കുന്നത്. അവിടേക്ക് മൃഗങ്ങളൊക്കെ ഒരു തീരുമാനവുമായി എത്തി. രാജാവ് നീണാൽ വാഴട്ടെ. അല്ല, എല്ലാവരും ഉണ്ടല്ലോ, പറയൂ, എന്താണ് വിശേഷം? രാജാവ്, ഞങ്ങൾ അങ്ങയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. നമ്മെക്കുറിച്ചോ? അതെ രാജാവേ, ഞങ്ങളെല്ലാം അങ്ങയുടെ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അതെ മഹാരാജൻ, അങ്ങ് വിവാഹിതനാകണം, ഞങ്ങളുടെ ആഗ്രഹമാണിത്. കല്യാണമോ? വേണ്ട 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 വേണ്ട. അപ്പോൾ അവിടേക്ക് സിംഹത്തിന് തേൻകൂട് എടുത്തു കൊടുത്ത് സഹായിച്ച കുരങ്ങനെത്തി. മഹാരാജാവ് ജയിക്കട്ടെ. എടാ ബല്ലു, നീയോ? വാ വാ. പ്രിയപ്പെട്ടവരെ, ബല്ലു എൻ്റെ സുഹൃത്താണ്. എന്നെ അവൻ കുറെ സഹായിച്ചിട്ടുണ്ട്. സുഹൃത്തോ? അതെ, ബല്ലു നമ്മുടെ വിശിഷ്ടാതിഥിയാണ്. ആ, സന്തോഷമുണ്ട്. പറയൂ ബല്ലു, എന്താണ് ഇവിടെ? എന്ത് പറയണ എൻ്റെ രാജാവേ, എൻ്റെ ഏരിയയിൽ നിന്ന് എന്നെ പുറത്താക്കി. എന്തിന്? ഞങ്ങളുടെ പ്രദേശത്തെ ഒരു കോഴിക്കുഞ്ഞിനെ ഒരു പട്ടി തിന്നു. ന്യായം ചോദിക്കാൻ പോയതാ ഞാൻ, പക്ഷെ എല്ലാവരും ചേർന്ന് എന്നെ പുറത്താക്കി. കലികാലമാ ബല്ലു, നീ ഒരു കാര്യം ചെയ്, നീ എൻ്റെ കൂടെ ഇവിടെ കൂടിക്കോ. അപ്പോൾ തന്നെ സിംഹം തന്റെ ഗുഹയുടെ അടുത്ത് ഒരു ചെറിയ വീട് കുരങ്ങനെ അനുവദിച്ചു. അങ്ങയോട് നന്ദി പറയാൻ വാക്കുകളില്ല. ഇതിൽ നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല. നീ എന്നെ സഹായിച്ചില്ലേ, അതേപോലെ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് കരുതിയാ മതി. അങ്ങനെയും കുറെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി.
ഒരു ദിവസം ബല്ലുകുരങ്ങൻ തന്റെ വീട്ടുമുറ്റത്ത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആന കുറച്ച് പഴങ്ങൾ കൊണ്ടുവന്നു. പല്ലു, ഇന്ന് കഴിച്ചേ, രാജാവ് കൊടുത്തു വിട്ടതാ അടിപൊളി പഴങ്ങൾ. ഓ, അത് മാത്രമല്ല, നിനക്ക് എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിലേ രാജാവിനോട് ഉടനെ തന്നെ പറയാൻ പറഞ്ഞു. രാജാവിന്റെ ഉത്തരവ് കേട്ട് ഒരു ആനയും ഒരു കടുവയൊക്കെയാണ് എനിക്ക് ഭക്ഷണം കൊണ്ടു തരുന്നത്. ഇവിടുത്തെ പ്രജകൾക്ക് രാജാവിനോട് എത്ര ബഹുമാനവും സ്നേഹവും ഒക്കെയാണ്. ഇതുപോലൊരു ജീവിതം എനിക്കും കിട്ടിയെങ്കിൽ. സിംഹരാജാവിന്റെ കൽപ്പനയനുസരിച്ച് കാട്ടിലെ പ്രജകളൊക്കെ ബല്ലുകുരങ്ങനെ സേവിച്ചു. ഒരു ദിവസം സന്ധ്യയ്ക്ക് ബല്ലുകുരങ്ങൻ വനാതിർത്തിയിൽ തന്റെ വാനര ചങ്ങാതിമാരോടൊപ്പം ഇരിക്കുകയായിരുന്നു. എന്നെ എന്തിനാ ഇവിടെ വിളിച്ചു വരുത്തിയല്ല? എനിക്ക് മരം കയറി മടുത്തു. എനിക്ക് ഒരു രാജാവാകണം. എടാ, നിന്നെ ആരാടാ രാജാവാക്കാൻ പോന്നെ? സിംഹരാജാവ് മരിച്ചു കഴിഞ്ഞാലേ പിന്നെ ഞാനാ രാജാവ്. അതിന് സിംഹരാജാവിനെ ആര് കൊല്ലും? ആര് കൊല്ലുമെന്നോ? എടാ, അയാളെ തട്ടിക്കളഞ്ഞ ശേഷം ഞാൻ രാജാവായി സുഖമായി ജീവിക്കും. പക്ഷെ അയാളെ എങ്ങനെ കൊല്ലും? എടാ, അയാളുടെ ഭക്ഷണത്തിൽ വിഷം ചേർത്താൽ മതി. വിഷമൊക്കെ ഞാൻ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട് മോനെ. ശരി ശരി. അങ്ങനെ 2 കുരങ്ങന്മാരും കൂടി സിംഹത്തെ കൊല്ലാനുള്ള പദ്ധതിയിട്ടു. പക്ഷെ എന്തു ചെയ്യാനാണ്? ഒരു പെൺമാൻ മരച്ചുവട്ടിലിരുന്ന് ഇതൊക്കെ കേട്ടു. ആഹാ, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് രാജാവിനെ കൊല്ലാൻ പദ്ധതിയിടുകയാണ് അല്ലേ? എത്രയും പെട്ടെന്ന് ഈ കാര്യം രാജാവിന്റെ ചെവിയിലെത്തിക്കണം. മാൻ വേഗത്തിൽ ഓടിച്ചെന്ന് രാജാവിനോട് കാര്യങ്ങൾ പറഞ്ഞു. രാജാവേ, അങ്ങയുടെ ജീവൻ അപകടത്തിലാണ്. ആപത്തോ? എങ്ങനെ? അങ്ങയുടെ ഉറ്റ സുഹൃത്ത് കുരങ്ങൻ. നീ എന്തൊക്കെയാ പറയുന്നത്? എന്നെ വിശ്വസിക്കണം, ഞാൻ പറഞ്ഞത് സത്യമാണ്. ബല്ലുവും കൂട്ടുകാരനും ചേർന്ന് അങ്ങയെ കൊല്ലാനുള്ള പദ്ധതി ഇട്ടിട്ടുണ്ട്. ബല്ലു എന്റെ പ്രിയ ചങ്ങാതിയാണ്, അവൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. പക്ഷെ സത്യമായിട്ട് ഞാൻ പറയുന്ന അവൻ ചതിയനാണ്. അസംബന്ധം പറയുന്നത് നിർത്തൂ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ നിന്നെ കൊന്നു തിന്നും. മഹാരാജാവ്, എന്നെ വിശ്വസിക്കണം. അവർ രണ്ടുപേരും പ്ലാൻ ഇടുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. എടി മാനെ, എന്റെയും ബല്ലുവിന്റെയും കൂട്ടുകെട്ടി കാട്ടിൽ കുറെ പേർക്ക് ഉറക്കമില്ലാതാക്കി എനിക്കറിയാം. നീ അതിലൊരാളല്ലേ. നിന്റെ വാക്ക് ഒരിക്കലും വിശ്വസിക്കില്ല ഞാൻ. പോയിടുന്നു. മാനിനെ പേടിപ്പിച്ചോടിച്ച് കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ബല്ലുകുരങ്ങൻ അവിടെ എത്തി. ഭക്ഷണം കഴിച്ച രാജാവേ? ആ, നീ എവിടെന്നാ വരുന്നത്? ഞാൻ വെറുതെ ചുറ്റാൻ പോയതല്ലേ. ശരി, നീ പോയി വിശ്രമിക്ക്, രാത്രിയായില്ലേ. പിറ്റേ ദിവസമായി. ഓ, രാവിലെ തന്നെ നല്ല വിശപ്പാണല്ലോ. എന്തു പറ്റി? ശരി, പോയി കഴിച്ചേക്കാം. വിശന്നു വലഞ്ഞ് ഇരതേടി ഇറങ്ങിയ സിംഹത്തിന് ഇരയൊന്നും കിട്ടിയില്ല. ഇന്ന് ഒരു ഇരയും കാണുന്നില്ലല്ലോ. എത്ര നേരം വിശന്നിരിക്കാനാ? ആഹാരം അന്വേഷിച്ച് വലഞ്ഞ സിംഹം വനാതിർത്തി വരെ എത്തി. അപ്പോൾ ആ പേടമാൻ വീണ്ടും സിംഹത്തിന്റെ അടുത്തെത്തി. നീയോ? ദയവ് ചെയ്ത് എന്നെ വിശ്വസിക്കണം. ആ കൊരങ്ങൻ പഴത്തിൽ വിഷം വെച്ച് അങ്ങ് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. എടി മാനെ, അല്ലെങ്കിൽ തന്നെ ഞാൻ വിശന്ന് പൊരിഞ്ഞു നിൽക്കുകയാണ്. നീ വെറുതെ ആവശ്യമില്ലാതെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാണല്ലോ നിന്നെ ഞാൻ അടിച്ചു കൊന്നു തിന്നു. എന്നെ വിശ്വസിക്കൂ രാജാവേ, ആ കൊരങ്ങൻ അങ്ങേ കൊല്ലാൻ നടക്കുകയാണ്. ഓ, അങ്ങനെയാണോ? എന്നാൽ നീയാണ് ഇന്ന് എന്റെ ആഹാരം. കോപാകുലനായ സിംഹം മാൻപേടയെ കൊല്ലാനായി പിടിച്ചു. കൊന്നോളൂ, മരിക്കാൻ നിൽക്കുന്ന ഞാൻ നുണ പറയില്ല. അവൻ ചതിയനാണ്. നിങ്ങളെ വിഷം വെച്ച് കൊല്ലും അവൻ. മരണസമയത്തും മാൻപേട താൻ പറഞ്ഞ കാര്യത്തിനോട് ഉറച്ചു നിൽക്കുന്നത് കണ്ട സിംഹം ആലോചിക്കാൻ തുടങ്ങി. മരണസമയത്ത് ഒരു ജീവിയും നുണ പറയാറില്ല. ഇവള് പറഞ്ഞത് ശരിയാണോ? ഇങ്ങനെ ആലോചിച്ച സിംഹരാജാവ് മാൻപേടയെ വെറുതെ വിട്ടു. ഇര പിടിക്കാതെ വീട്ടിലേക്ക് തന്നെ മടങ്ങി. ബോറടിക്കുന്നു, ബല്ലു എവിടെയാ നോക്കിയിട്ട് വരാം. സിംഹം കുരങ്ങന്റെ വീട്ടിൽ പോയി നോക്കിയപ്പോൾ അവൻ അവിടെ ഇല്ല. ശരിക്കും ബല്ലു എന്നെ കൊല്ലാനാണോ പ്ലാൻ ഇടുന്നത്? അവൾ പറഞ്ഞത് ശരിയാവുമോ? അവൻ എന്തിനാ എന്നെ കൊല്ലുന്നത്? അപ്പോൾ ബല്ലു ഒരു പഴവുമായി സിംഹത്തിന്റെ അടുത്തെത്തി. എടാ ബല്ലു, നീ എവിടെയാ പോയത്? ഞാൻ രാജാവിന് വേണ്ടി പഴം കൊണ്ടുവരാൻ പോയതാ. ഓ, അങ്ങനെയാണ് കാര്യത്തിന്റെ കിടപ്പല്ലേ. അപ്പൊ ഈ പഴത്തിൽ എന്തായാലും വിഷമുണ്ടാവും. രാജാവേ, ഇത് ഞങ്ങളുടെ ഏരിയയുടെ നമ്പർ 1 പഴമാണ്, കഴിക്കുന്നേ. ബുദ്ധിമാനായ സിംഹം ഇങ്ങനെ പറഞ്ഞു. ബല്ലു, ഞാൻ ഈ പഴം എന്തായാലും കഴിക്കും. പക്ഷെ എനിക്ക് മുമ്പ് നീ ഈ പഴം കഴിക്കണം. രാജാവേ, ഞാൻ ഇപ്പൊ കഴിച്ചിട്ടാണ് വന്നത്. ഇത് അങ്ങക്ക് വേണ്ടി കൊണ്ടുവന്നല്ലേ, അങ്ങ് കഴിക്കുന്നേ. ഇല്ല ഇല്ല, ഈ പഴം നീ കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കില്ല. ശരി രാജാവേ, രാജാവ് പറഞ്ഞില്ലേ,
ഞാൻ കഴിച്ചേക്കാം. നിർബന്ധത്തിന് വഴങ്ങി കുരങ്ങൻ ആ പഴം കഴിച്ചു. പക്ഷേ അതിൽ വിഷം ഇല്ലാതിരുന്നതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. ഛേ, ഞാൻ വെറുതെ ആവശ്യമില്ലാതെ ചിന്തിച്ചു. അതിനുശേഷം സംശയമെന്നിയ സിംഹം പഴം കഴിച്ചു. ഇത് കണ്ട കുരങ്ങൻ ആലോചിക്കാൻ തുടങ്ങി. നിന്റെ വിശ്വാസം നേടാനായിട്ടാടാ ഞാൻ നിനക്ക് ഈ പഴം തന്നത്. ഇതിൽ വിഷമില്ല, പക്ഷെ നീ കഴിക്കുന്ന അടുത്ത പഴത്തിൽ വിഷമുണ്ടാകും. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. വീണ്ടും ഒരു ദിവസം ബല്ലുകുരങ്ങൻ വിഷം പുരട്ടിയ ഫലവുമായി സിംഹത്തെ കാണാനെത്തി. രാജാവേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പഴം കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ബല്ലുകുരങ്ങൻ സിംഹത്തിന് പഴം കൊടുത്തു. വളരെ വിശ്വാസത്തോടു കൂടി തന്നെ സിംഹം കുരങ്ങ് തന്ന പഴം കഴിക്കാൻ ഒരുങ്ങി. പെട്ടെന്ന് അവിടെ മാൻ ഓടിയെത്തി. അരുതേ അരുതേ മഹാരാജാവേ, ആ പഴം ഞാൻ കഴിക്കാം. പറ്റില്ല, ഈ പഴം രാജാവിന് വേണ്ടിയിട്ടാണ്, നിനക്ക് വേണ്ടിയല്ല. ഇല്ല മഹാരാജാവേ, ദയവ് ചെയ്ത് എനിക്ക് തരൂ. എനിക്ക് വിശന്നിട്ട് വയ്യ. ഞാൻ പറഞ്ഞല്ലേ ഇത് രാജാവിന് വേണ്ടിയിട്ടാണെന്ന്. സ്ഥലം വിട്. വളരെ പെട്ടെന്ന് ദേഷ്യപ്പെട്ട ബല്ലുകുരങ്ങിനെ കണ്ട് സിംഹത്തിന് സംശയം തുടങ്ങി. ഇതിലാ കുരങ്ങൻ വിഷം ചേർത്തിട്ടുണ്ടാവോ? എന്നെ രക്ഷിക്കാനായിട്ടാണോ ആ മാൻപേട ഈ പഴം ആവശ്യപ്പെടുന്നത്? ഇങ്ങനെ ചിന്തിച്ച് സിംഹം പറഞ്ഞു, ഒരു കാര്യം ചെയ് മാനെ, നീ ഇത് തിന്നോ, നിനക്കല്ലേ അധികം വിശപ്പ്. ദാ. അങ്ങനെ സിംഹം ആ പഴം മാനിന് കൊടുത്തു. അവൾ കഴിച്ചതും അതിലെ വിഷം പ്രവർത്തിക്കാൻ തുടങ്ങി. മഹാരാജാവേ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇവൻ കൊടും ചതിയനാണെന്ന്. ഇവൻ ഇതില് വിഷം പുരട്ടിയിട്ടുണ്ട്. ഇത്രയും പറഞ്ഞ ശേഷം മാൻപേട മരിച്ചു വീണു. ബല്ലു, നിന്റെ അഭിനയം സമ്മതിക്കണം. നീ തന്ന വിഷപ്പഴം കഴിച്ച് ഒരു പാവം മാൻപേട മരിച്ചുപോയി. രാജാവേ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഞാൻ എന്തിനാ വിഷം ചേർക്കേണ്ടത്? ഈ മാൻ എന്നോട് എത്ര പറഞ്ഞാന്നറിയോ നീ ഒരു ചതിയനാണെന്ന്. പക്ഷെ ഞാൻ അവളുടെ ഒരു വാക്കിനും വില കൊടുത്തിട്ടില്ല. ഇന്നാടാ എനിക്ക് മനസ്സിലായത് ബല്ലു, നീ മിത്രമല്ല, ഒരു ശത്രുവാണെന്ന്. ഉറക്കെയുള്ള സിംഹത്തിന്റെ ശബ്ദം കേട്ട് മൃഗങ്ങളൊക്കെ അവിടെ എത്തി. പ്രജകളെ, ഇവനെ നാഗവടം കൊണ്ട് ബന്ധിച്ച് ദ്വാരമുള്ള തോണിയിൽ കയറ്റി നദിയിലെ ചുഴിയിലേക്ക് തള്ളിവിടുവീൻ, വേഗം. അങ്ങനെ രാജകൽപ്പനയനുസരിച്ച് പ്രജകളൊക്കെ കുരങ്ങനെ നാഗവടം കൊണ്ട് ബന്ധിച്ച് ദ്വാരമുള്ള തോണിയിൽ കയറ്റി ഇങ്ങനെ പറഞ്ഞു, എടാ ചതിയൻ കൊരങ്ങ, ഈ തോണിയിൽ ദ്വാരമുണ്ട്. വെള്ളം കയറി നീ പരലോകത്ത് പോയി മാമ്പഴം കഴിക്കും. അയ്യോ, എന്നെ രക്ഷിക്കണേ! അയ്യോ, ആരെങ്കിലും എന്നെ തോണിന്ന് വെളിയിലാക്കണേ! രാജാവേ, രക്ഷിക്കൂ! കടുവയും ചീറ്റയും ദ്വാരമുള്ള തോണി പുഴയുടെ നടുക്ക് കൊണ്ടുപോയി വിട്ടിട്ട് തിരിച്ചു വന്നു. ദ്വാരമുള്ളത് കൊണ്ട് തോണിയുടെ അകത്തേക്ക് വെള്ളം കയറാൻ തുടങ്ങി. അയ്യോ, തോണിയിൽ വെള്ളം നിറയാൻ തുടങ്ങി. രാജാവേ, എന്നെ രക്ഷിക്കണം! അയ്യോ, ആരെങ്കിലും എന്നെ രക്ഷിക്കൂ! രാജാവേ, രാജാവേ! പക്ഷെ ആ കരച്ചിൽ കേൾക്കാൻ പരിസരത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല. രക്ഷിക്കണേ, രക്ഷിക്കണേ! കൊടും വഞ്ചകനായ കുരങ്ങൻ അലറിക്കരഞ്ഞു. പക്ഷെ ആ കരച്ചിൽ കേൾക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പതുക്കെ ആ തോണി പുഴയുടെ അടിത്തട്ടിലേക്ക് ആണ്ടുപോയി. തോണി ആ പുഴയുടെ അടിയിലേക്ക് മുങ്ങിപ്പോയി. അങ്ങനെ സമർത്ഥനായ സിംഹരാജാവ് പാപിയായ കുരങ്ങനെ ശിക്ഷിച്ചു. ഇത് കേട്ട് പ്രജകൾക്ക് സന്തോഷമായി. അവർ രാജാവിനെ ആർപ്പു വിളിച്ചു, നീതിമാനായ രാജാവ് നീണാൾ വാഴട്ടെ. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.